അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവർ സ്വർണ്ണമൊക്കെ കെട്ടി അവർ പോയി. അത് കഴിഞ്ഞ് അവർ മൊബൈലൊക്കെ കൈമാറി പരസ്പരം സ്നേഹത്തിലൊക്കെ ആയി. പിന്നീട് ആ കുട്ടികളെ ലൈംഗികമായൊക്കെ യൂസ് ചെയ്ത് പിന്നീട് അവർ പാർക്കിൽ പോലെ ബീച്ചിൽ പോലെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്ക് പിന്നെ ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് തോന്നുക ആൺകുട്ടികൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പല പെൺകുട്ടികളും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്നെ വിളിച്ചതിൽ ഇപ്പോൾ ഏകദേശം ഒരു 80-80ഓളം പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനൊരു വോയിസ് വിടുന്നത്. അപ്പോൾ അവർക്ക് ചില ആളുകൾക്ക് ഇത് തിരിച്ച് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചില പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഞാനിത് വോയിസ് വെക്കാനുള്ളൊരു കാരണം, ചില ആൺകുട്ടികൾ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ 1, 2, 3 ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. പിന്നീടാണ് അവരെ നാട്ടിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് അവൻ ആദ്യം ഒന്നും അതുപോലെ ആയിരുന്നു, പിന്നീടും ഇങ്ങനെ ആയി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികൾക്ക് മൊബൈൽ കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക. ആൺകുട്ടികളെ കൂടെ നിക്കാഹ് കഴിയാതെ പുറത്ത് വിടരുത്. കാരണം ചില കുട്ടികൾ വീട്ടുകാരറിയാതെ പുറത്തു പോയവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ഇതിനൊരു കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ കരഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാനൊരു വോയിസ്, ഇനി ആർക്കും അങ്ങനെ ഒരു ചതി പറ്റരുത്. നിങ്ങളെ നിക്കാഹ് ചെയ്യാതെ നിങ്ങളെ ശരീരത്തിൽ സ്പർശിക്കാനോ അവരുമായി മൊബൈലിൽ ചാറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ആപത്താണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്ത്രീകൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വിധമുള്ളതൊക്കെ ആണെങ്കിൽ അടുപ്പിച്ചെടുക്കാനുള്ള ഏരസുകളും മറ്റുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയാൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും കുടുങ്ങിയവരുണ്ടാകാം, അവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.